അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത സന്ദീപ് വാര്യര് പിന്നെ BJP-യുടെ ഇടഞ്ഞ് അവിടെ അദ്ദേഹത്തിന് കസേര കിട്ടിയില്ല എന്നുള്ള ഒരു പിന്നെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട AK ബാലൻ പറഞ്ഞ എന്താണ്? AK ബാലൻ പറഞ്ഞ വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞ എന്താണ്? പാർട്ടിയെ BJP-യും ഇതുവരെയുള്ള അവരുടെ ആശയപരമായിട്ടുള്ള വിയോജിപ്പുകൾ പ്രകടിപ്പിച്ച് അതിന് പരസ്യമായിട്ട് പറഞ്ഞതിന് ശേഷം വന്നാൽ നമ്മളിപ്പോ അന്ന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാന്ന് പറഞ്ഞ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്ന അതല്ലല്ലോ. ഇവിടെ വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ ആകത്തുകയല്ലേ ഇപ്പൊ കേരളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇലക്ഷൻ സ്റ്റണ്ട് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. എങ്ങനെയാണ് സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൽ ചേക്കേറാൻ പറ്റുന്നത്? സന്ദീപ് വാര്യർ നടത്തുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ കോൺഗ്രസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു BJP-യുടെ നേതാവ് നടത്തിയിട്ടുണ്ടോ? അതിൽ അദ്ദേഹം പിന്നെ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറഞ്ഞിരുന്നതാ. ഞാനിരുന്നൊരു ചർച്ചയിലാണ് ആ വാചകം പറഞ്ഞത്. മഹാത്മാഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു ഗോഡ്സെ എന്നാ പറഞ്ഞത്. എത്ര ലാഘവത്തോടുകൂടിയാണ് ഈ പ്രസ്താവനകളൊക്കെ നടത്തിയാൽ CPM-ലേക്കാണ് വന്നിരുന്നതെങ്കിൽ ഇത് കുഴപ്പമില്ലാത്തൊരു പ്രസ്താവനയും മുൻ നിലപാടുമായിരുന്നു. അത് തിരുത്തൽ നല്ലതാണ് എന്നങ്ങ് നിലപാട് സ്വീകരിക്കുമായിരുന്നു. ഒരിക്കലുമില്ല. CPM അദ്ദേഹത്തെ ഒരിക്കലും സ്വാഗതം ചെയ്തിട്ടില്ല. അദ്ദേഹത്തെ നിലപാടുകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഇതുവരെയുള്ള തന്റെ നിലപാടുകൾ മുഴുവൻ തള്ളിപ്പറഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സന്ദീപ് വാര്യർ എടുക്കണമെന്നുണ്ട്. ഇതൊന്നും പറയാതിരുന്നൊരു പാർട്ടി ഐക്യരായമാൻ അദ്ദേഹത്തിന് തങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ട് ഒരു അധികാരം മണത്ത് ആ പാർട്ടിയിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ ആരാണെന്ന് കൂടി ചിന്തിക്കുമ്പോഴല്ലേ കേരളം മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധി കോട്ടക്കൽ ആരോഗ്യശാല അഡ്മിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കുതിരവട്ടത്തേക്കാണ് കൊണ്ടുപോകേണ്ടത് പറഞ്ഞാൽ അത് പറഞ്ഞ ആരാണ്? സാക്ഷാൽ സന്ദീപ് വാര്യർ. ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും ആവർത്തിച്ചു തരാം സാക്ഷാൽ മുരളീധരൻ. അപ്പൊ സ്വാഭാവികമായിട്ട് സന്ദീപ് വാര്യർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും വിഴുങ്ങിയാലും ഇവിടുത്തെ ജനങ്ങൾ വിഴുങ്ങുമോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർ വിഴുങ്ങുമോ? എന്തുകൊണ്ടാണ് അത്? നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ടായിരുന്നു. ഇപ്പൊ മാതൃക പോലുള്ള ചാനലുകളിൽ ഞാൻ എത്ര തവണ ഈ സന്ദീപ് വാര്യരോടൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ ജ്യോതികുമാർ ചാമക്കാലയായിട്ട് നടത്തിയ അശ്ലീലപരമായിട്ടുള്ള അധാർമികപരമായിട്ടുള്ള സംവാദങ്ങളൊക്കെ നമ്മുടെ മുന്നിലില്ലേ? അത് മാതൃകയിലാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ മുന്നിലില്ലേ അങ്ങനെ ഒരാള് യാതൊരു എത്തിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ കണ്ട് അധികാരം മാത്രം കൈകൊണ്ട് കോൺഗ്രസിലേക്ക് എത്തിയത് ഞങ്ങളെ എങ്ങനെയാ ബാധിക്കുന്നത്? സാധാരണ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരാൾ ഒരു നിലപാട് സ്വീകരിക്കുന്നു, രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു, അതിനുശേഷം ആ പാർട്ടി വിട്ട് ആരെയാണോ വിമർശിച്ചത് ആ പാർട്ടിയിലേക്ക് വരുന്നു. അങ്ങ് പറഞ്ഞത് ശരിയാണ്. അത്തരം എങ്ങനെയാണ് അങ്ങനെ കഴിയുന്നത് എന്ന ചോദ്യമൊക്കെ പൊതുദിനം ഉന്നയിക്കും. നേരത്തെ പീസറിന്റെ കാര്യത്തിൽ ഇന്നും പൊങ്ങി വന്നൊരു പോസ്റ്റ് ഉണ്ട്. മുഖ്യമന്ത്രിക്കെതിരേക്ക് എത്ര രൂക്ഷമായാണ് പീസറിൻ പ്രതികരിച്ചത്. പക്ഷേ ഇപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ സന്ദീപിന്റെ കാര്യത്തിലും അത്തരത്തിൽ നേരത്തെ സ്വീകരിച്ച നിലപാടും ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടുമൊക്കെ വളരെ വ്യത്യസ്തമാണ്. അതെങ്ങനെ ജനം ഉൾക്കൊള്ളുന്നു എന്നാണ് വളരെ പ്രധാനം. നന്ദി ശ്രീ റജി ലൂക്കോസ്, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്.